ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പണിയാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും തന്നെ കാണാം, ഫ്രിഡ്ജിലൊക്കെ ഇഡ്ലി മാവൊക്കെ കാണും. അത് വെച്ച് നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ബാറ്ററൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കൂടെ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ വഴറ്റി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. നമുക്ക് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരു ചമ്മന്തിയും കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഈ പണിയാരം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുമുമ്പ് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഈ പണിയാരം ഉണ്ടാക്കാൻ തുടങ്ങാം. പണിയാരം ഉണ്ടാക്കാൻ ആവശ്യമായ ഇഡ്ലി മാവാണിത്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പം ഇതുണ്ടാക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് നമ്മളിത് പുറത്തെടുത്ത് വെക്കണം. കുറച്ച് തണുപ്പ് മാറിയിട്ട് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനിവിടെ 2 കപ്പ് മാവാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചത്, ബീൻസ് ചെറുതായിട്ട് മുറിച്ചത്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഈ ഇൻഗ്രീഡിയൻസ് നമുക്ക് എണ്ണയിൽ വഴറ്റി ചേർക്കാനുള്ളതാണ്. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ സാധാരണ വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ അതിലേക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പരിപ്പ് ചെറിയ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളി ഒന്ന് സോഫ്റ്റായി ഇഞ്ചിയും വെളുത്തുള്ളിലേക്ക് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ മുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ വെജിറ്റബിൾസ് ഒന്നും നമ്മൾ മൂടി വെച്ച് വേവിക്കണമെന്നില്ല. നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് കാരണം കുറച്ച് സമയം അതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് അതിന് കുക്കായി കിട്ടും. ഇപ്പോൾ പച്ചക്കറിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്തൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരയും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പീര ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. തേങ്ങാപ്പീര ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് സമയം നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ വഴറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ മാവെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പണിയാരം ഉണ്ടാക്കാൻ തുടങ്ങാം. പണിയാരം ഉണ്ടാക്കാനുള്ള പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും ഒരു 1/4 ഭാഗം മാവ് ഒഴിച്ചാൽ മതി. അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. കൂടുതൽ മാവ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകും. മാവ് ഒഴിച്ചതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. അതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ പാൻ മൂടി വെച്ചിട്ട് 2 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. പണിയാരം കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യണം. അല്ലെങ്കിൽ പുറം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും അകം ശരിക്കും കുക്കായും കിട്ടൂല. ഇപ്പോൾ പണിയാരത്തിൻ്റെ 2 സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ പണിയാരം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ പണിയാരം എല്ലാം റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്ക് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് ഒരു അരക്കപ്പ് ചെറിയ ഉള്ളി 2 കഷ്ണങ്ങളാക്കി മുറിച്ചതാണിത്. അതും കൂടി ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളാക്കി മുറിക്കുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിലിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഉള്ളി ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി ഒരു ചെറിയ പിങ്ക് കളറൊക്കെ വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, ഉണക്കമുളകും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളംപുളിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പുളി നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. വഴറ്റിയെടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. മുളക് വേണമെങ്കിൽ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. മിക്സി മൂടി ഇതൊന്ന് അരച്ചെടുക്കണം. ചമ്മന്തി കാണുന്ന പോലെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഉള്ളി ചമ്മന്തിയുടെ പുറത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ രുചികരമായ ഉള്ളിച്ചമ്മന്തി റെഡിയായി കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന പണിയാരം ഉള്ളിച്ചമ്മന്തി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.